ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പൊതിച്ചോറ്. ഇന്നത്തെ പൊതിയിൽ എന്തെല്ലാം കറികളുണ്ടെന്ന് നോക്കിയാലോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും നമ്മുടെ കൂടെ വേണം. നമ്മൾ ആദ്യം വെക്കുന്നത് ഒരു തോരനാണ്, ഇലത്തോരനാണ്. പൊന്നാരി വീരൻ ചീരയുടെ തോരനാണ് വെക്കുന്നത്. ഇലത്തോരൻ മാസത്തിൽ 1-2 തവണയൊക്കെ എല്ലാവരും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ആ തോരനും വെച്ച് അത് കഴിഞ്ഞ് ഒരു തോരനാണ് ചക്കക്കൂഞ്ഞ് തോരൻ. അതും നല്ല ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അതും തോരനും വെച്ചു. അത് കഴിഞ്ഞ് വെക്കുന്നത് മീനാണ്, പച്ചമീനാണ്, ചൂരയാണ്. ചൂര നല്ലതുപോലെ വറുത്തെടുത്തത്, അതും 2-3 പീസ് വെച്ച്. ഇന്ന് ഒഴിക്കറിയില്ല, അതിന് പകരം ചമ്മന്തിയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്, ജാതിക്ക വെച്ച് അരച്ച ചമ്മന്തിയാണ്. അതിൻ്റെ വീഡിയോ ഇതിനോടൊപ്പം ഉണ്ട്, അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നല്ല ജാതിക്കയുടെ തോടെടുത്ത്, പഴുത്ത് വീണ ജാതിക്കയുടെ തോടാണ്. അത് ചെത്തി വൃത്തിയാക്കണം, തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായിട്ട് അരിയണം. വലിയ പീസാക്കരുത്, ചെറിയ ചെറിയ പീസുകൾ. എന്നിട്ട് ചമ്മന്തിക്ക് ആവശ്യമായ കൂട്ടുകളാണ് വേണ്ടത്. അത് പ്രത്യേകിച്ച് എടുത്തത്, അതിൽ 3-4 കാന്താരി മുളക് ഇടുന്നുണ്ട്, തേങ്ങയുണ്ട്, മുളക് പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഉപ്പ്, കറിവേപ്പില, 2-3 കഷ്ണം ഇഞ്ചി, പിന്നെ കൊച്ചുള്ളി. അതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ചതച്ചൊന്നെടുക്കണം. നല്ല അരച്ച് ചമ്മന്തിയുടെ പരുവത്തി ആക്കി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെയാണ് ജാതിക്ക ചമ്മന്തി. ഇത് വയറിനൊക്കെ നല്ലതാണ്, ഗ്യാസ് ഉള്ളവർക്കും അങ്ങനെ വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വല്ലപ്പോഴൊക്കെ ഈ ചമ്മന്തി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നാളെ കാണുന്നവരെ ഓക്കെ, ബൈ.